ഈശ്വര, ഇതും തുടങ്ങിയോ? ഇത് മരുന്നിനടി പുതിയ ഐറ്റം. എന്തോന്ന് പുതിയ ഐറ്റം? കണ്ണി കണ്ട ലേഹമൊക്കെ വലിച്ചു വരെ തിന്നുന്നതും പോരാഞ്ഞിട്ടാന്നോ എല്ലാം കൂടി എടുത്ത് ഞാൻ കെഞ്ചിലിടുവേ. ഇതിന്റെ എഫക്റ്റ് നീ കണ്ടോടി? എനിക്കൊന്നും കാണണ്ട, കണ്ടെടുത്തോളം തന്നെ ധാരാളം. ഓ ഇലിക്കല്ലേ വിവേകേട്ടൻ വീട്ടിൽ വന്ന രാത്രി ഒന്ന് ഓർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാ. ഞാൻ എന്നാ ഡ്രാഗുളയാ? അല്ലേ? വിവേകേട്ടാ, എനിക്ക് മതിയായി ഈ പരിപാടി. 5-6 കൊല്ലായി. എനിക്കിത് സഹിക്കാൻ വയ്യ. ദേഹം മുഴുവൻ നീറ്റലാ. ഇത് ഒരു തരം മാനസിക രോഗ. ഇതിന് ചികിത്സിക്കാ വേണ്ടത്. അത് പറഞ്ഞ് കേൾക്കത്തില്ലല്ലോ. നീ എന്നെ മാനസിക രോഗിയാക്കി അല്ലേ? ഞാൻ മാനസിക രോഗി ഉള്ളതാ. ഇത് പിന്നെ വേറെ എന്നാ? എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ അങ്ങനെ പലതും ചെയ്യും. അതെന്റെ ഇഷ്ടം. ബാക്കിയുള്ളവർക്കുണ്ട് സാറ്റിസ്ഫാക്ഷൻ. ഉണ്ടോ? എന്നിട്ട് എന്താ നീ പറയാ? എന്നാ പറയാ? നീ എന്റെ ഭാര്യയോ? അതിന് അനുസരിക്കണം. അനുസരിക്കണ്ടേ? മനസ്സില്ല. തമാശകളാ. ഇനി അമ്മ വിളിച്ച് ചോദിക്കുമ്പോ മച്ച പൊളിച്ച് താഴെ വിടുതാന്ന് ഞാൻ പറയട്ടെ. മതിയോ? സിത്താര, ഡയാനയാണ്. ആയിഷ പറഞ്ഞ പോലെ ഒരു കാര്യത്തിൽ നമ്മുടെ എക്സ്പീരിയൻസ് ഒന്ന് തന്നെയായിരിക്കും. ബെഡില് അല്ലേ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? പേടിക്കണ്ട, പറയാം. നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. എൻ്റെ ശരീരം എനിക്കും. അതയാൾക്ക് കൊത്തിപ്പറിക്കാനുള്ളതല്ല. ആണോ? എൻ്റെ മുലകളിലും പൊക്കിളിനും താഴെയൊക്കെ അയാൾ കടിച്ചു കുറച്ച് കുറെ പാടുകളുണ്ട്. കാണണോ സിത്താരയ്ക്ക്? അതവിടെയും കാണുമല്ലോ അല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് 5-6 കൊല്ലായില്ലേ? അന്ന് മുതൽ പൂമുഖവാതിൽക്കല് പൂന്തിങ്കളായിട്ട് ജീവിക്കല്ലേ? നമ്മൾ ഒരുമിച്ച് നിന്നാ ഇത് അവസാനിപ്പിക്കാം. അയാൾ ഇത് അവസാനിപ്പിക്കണം. അതിനുള്ള വഴി എൻ്റെ ഫ്രണ്ട് പറഞ്ഞുതരും. ഞാൻ ഫോൺ കൊടുക്കാം. സിത്താര ടെൻഷൻ ആവണ്ട. ഉത്തമ ഭാര്യ എന്നുള്ള ഈ ടാഗ് ലൈൻ മനസ്സിൽ തൽക്കാലം ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. അയാളുടെ പുതിയ ഇരയത്. ഇപ്പൊ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇരകളുടെ എണ്ണം ഇനിയും കൂടും. അതുറപ്പാ. സിത്താര ആലോചിക്കേ. പോലീസിൽ നിന്നും കോടതിയിൽ നിന്നും നീതിയൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ ഇതേ വഴിയുള്ളൂ. സമയമെടുത്ത് ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ഈ പ്ലാൻ നടന്നില്ലേ പിന്നെന്നാ? ഞാൻ അയാളെ കൊന്നാലോ? നടക്കും. അവരാ? ഹലോ, ഞാൻ റെഡിയാണ്. സമ്മതിച്ചു? റിയലി? വീടൊക്കെ പൂട്ടി നമ്മൾ എങ്ങോട്ട് സിത്താരയിൽ പോകാൻ പോന്നെ? ഇന്നത്തെ ദിവസം അമ്മയും ദേവുട്ടി ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അവൻ വരികയല്ലേ ഇന്ന്? അതെ, അതുകൊണ്ടാ ഇന്ന് ഞാനും വിവേകേട്ടനും മാത്രം മതി ഇവിടെ. എന്നതാ പ്രശ്നം? അത് പറ. പറയേണ്ട സമയമാകുമ്പോ പറയാം. സച്ചിദാനന്ദ വീട്ടിലേക്കാണ് ഞാൻ വരികയല്ല. അത് ശരിയാകുകയല്ല. വരാനോ? അച്ഛനുണ്ടോ അവിടെ? അച്ഛനല്ലേ, അല്ലാതെ കാണ്ടാമൃഗമൊന്നും അല്ലല്ലോ. ഒത്തിരി നേരമായി നീ വന്നിട്ട്? കുറച്ചു നേരമായി.
ശരി കേട്ടാ, ബൈക്ക് ഞാനൊന്ന് എടുക്കുവാണേ. ഉം. നീ എന്നാ ഇരുട്ടത്തിരിക്കുന്നേ? അമ്മയും കൊച്ചോടെ? ഇതെന്നാ ഈ കുറ്റിയൊക്കെ ഇട്ടിരിക്കുന്നു? നീ എന്നാ പണിയെ കാണിക്കുന്നത്? നീ എന്നാ തന്നെ വാല മുട്ടിയ? വാതിലോർക്ക. നിങ്ങൾ എന്നാ ഇവിടെ? എവിടെയെങ്കിലും വെച്ച് നമ്മൾ കാണുന്നു ഞാൻ പറഞ്ഞത് ഇവിടെ വെച്ചാവുന്നു കരുതിയില്ല അല്ലേ വിവേകാനന്ദൻ? നിങ്ങളെന്നാ എന്നെ വിചാരണ ചെയ്യാൻ പോവാണോ? ഇനി ഞങ്ങള് പറയണത് താൻ അനുസരിക്കും, മനസ്സിലായോ? മിസ്റ്റർ വിവേകാനന്ദൻ, എന്റെ യൂട്യൂബ് ചാനലിനെ അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉള്ളതാ. ഐഷൂസ് വ്ലോഗ്. ഇന്നത്തെ എപ്പിസോഡ് മാസാവുന്ന് ഞാൻ രാവിലെ മുതൽ പ്രമോ വിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യൂവേഴ്സ് കട്ട വെയിറ്റിംഗ് ആയിരിക്കും. നമുക്കിന്ന് തുടങ്ങിയാലോ? ഞാൻ ലൈവ് പോകാൻ പോവാം. ഓക്കെ, അവിടെ എല്ലാം സെറ്റ് അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല, എല്ലാം ഓക്കെയാണ്. ഓ, ഓൾ ദി ബെസ്റ്റ്. ഹായ് ഗൈസ്, ഇറ്റ്സ് മീ ഐഷു. വെൽക്കം ബാക്ക് ടു ഐഷൂസ് വ്ലോഗ്. സാധാരണ ഞാൻ റെക്കോർഡഡ് വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് ലൈവിൽ വന്നതിന് ഒരു പ്രത്യേക റീസൺ ഉണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ മനസ്സിലാവും. ഇന്നിപ്പോ ഈ ലൈവില് ഞാനൊരു പ്രശ്നം അവതരിപ്പിക്കാൻ പോവാ. സൊല്യൂഷൻ നിങ്ങൾ പറയണം. ആൻഡ് യു ഹാവ് ടു സജസ്റ്റ് ദ ക്ലൈമാക്സ് ടു. ഓക്കെ, ദെൻ വാച്ച്. ഞാനിപ്പോ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ മനോഹരമായ ഒരു വില്ലേജിലെ ഒരു വീട്ടിലാണ്. വിവേകാനന്ദൻ എന്ന ആളുടെ വീട്ടിൽ. ഈ വിവേകാനന്ദനാണ് ഇന്നത്തെ നമ്മുടെ ലൈവിലെ താരം. വിവേകാനന്ദനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് അയാളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 2 പേരെ ഞാൻ പരിചയപ്പെടുത്താം. സിത്താര വന്നേ. ഇത് സിത്താര, വിവേകാനന്ദന്റെ ഭാര്യയാണ്. ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി സിത്താര പറയും.
ആ ഇന്നത്തെ കഴിഞ്ഞോ? ആ കഴിഞ്ഞു. ഞാൻ രാത്രിയിലത്തെ മരുന്നൊരു ചുവന്ന ഡബ്ബയിലാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ഒന്ന് കൊടുത്തേക്കണേ. ഇയാളെന്താ ഒളിച്ചു വന്ന രാജാവിനെ തുറന്നു വിടുന്നത്? അയ്യോ മാഡം, ഞാൻ താഴെ ഇരുന്നിട്ട് ഭയങ്കര ബോറടി. അതേ വീട്ടിൽ കയറുന്ന എല്ലാവർക്കും തോന്നുക. എന്നാ പിന്നെ ബോറടി മാറ്റാൻ ഒരു ഗെയിമിന് ഇരുന്നാലോ? ആ പിന്നെ അതിനെ ഞാൻ വൈറ്റാണല്ലേ. താങ്ക്സ്. ഈ വീട്ടിൽ ഭയങ്കര ബോറടി ആയതുകൊണ്ടാണോ മാഡത്തെ എവിടെ നിന്ന് കാണാത്തെ? ഏയ് എനിക്കങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ മാഡത്തിനെ പറ്റി ഉഗ്രൻ അഭിപ്രായം പുറത്തൊക്കെ. ആണോ? എന്തഭിപ്രായങ്ങൾ? അത് പലതും ഉണ്ട്. അല്ല മാഡം മിടുക്കിയാണ്, കാര്യപ്രാപ്തിയുള്ള ആളാണ്, തൊഴിലാളികളോടൊക്കെ നല്ല പെരുമാറ്റമാണ്, ശമ്പളം കൃത്യസമയത്ത് കൊടുക്കും, അങ്ങനെയൊക്കെ. നല്ല അഭിപ്രായങ്ങളാണല്ലോ. പിന്നെ ഇതൊന്നും കൂടാതെ ഓരോ അഭിപ്രായം കൂടെ ഉണ്ട്. എന്ത്? മാഡം ഭയങ്കര സുന്ദരിയാണ് എന്നൊരു അഭിപ്രായം കൂടെ ഉണ്ട്. അഭിപ്രായങ്ങൾ കൂടാതെ ചില സംശയങ്ങളും ഉണ്ട് കേട്ടോ. ഓ അതുണ്ടോ? എന്താണ് സംശയങ്ങൾ? അല്ല ഈ എൽഡോ ചായനെ പോലൊരാൾക്ക് ഇത്രയും മിടുക്കിയായിട്ടുള്ള എങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. ഇത് നമ്മൾ പണ്ട് പോലെ കേൾക്കുന്ന കഥയല്ലേ. ഇതുപോലൊരു ബംഗ്ലാവ്, അതിൽ പെട്ടുപോകുന്ന പാവം പെൺകുട്ടികൾ, അതിലൊന്നും വലിയ കഥയില്ലെന്ന്. പെട്ടുപോന്നൊന്നും പറയില്ലേ. ഞാൻ നോക്കിയിട്ട് മഴയോട് റാണിയെ പോലല്ലേ ജീവിക്കുന്നത്. ശരിയാ, മഹാറാണി. ചെക്ക്. ഷോ, ഇതാദ്യമായിട്ടോട്ടോ ഒരു പെണ്ണെന്നെ തോപ്പിക്കുന്നേ. അല്ല ഇത്രയും പെട്ടെന്നേ. മാഡം ശരിക്കും ഭയങ്കര മിടുക്കിയാണല്ലേ. അതെ. ഇപ്പൊ എന്താ ഈ ബോറടിക്ക് മാറിയില്ലേ? പിന്നെ എന്നാ ഇനി ബെല്ലിന് താഴെ പോയി അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാലോ. ആ സോറി, കുറച്ച് സമയമായി. ഓക്കെ. കുപ്പി ഇവിടെ ആയിരുന്നു. അപ്പൊ ഇനി ബോറടിക്കുമ്പോ ഒരു ഗെയിമിന് വരാലോ അല്ലേ? ഞാൻ ജയിക്കാൻ പോകുന്ന ഗെയിം നോക്കാം. ഓക്കെ, മതി അത് മതി. ബെൽദാസർ. എന്നാച്ചേ? സോറി, ഇത് ഞാനിപ്പോൾ തന്നെ ശരിയാക്കി തരാം. ഇനി ഇങ്ങനൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നാ പിന്നെ ഒരെണ്ണം കൂടി ആവാല്ലേ? ആവാം. പപ്പടമായിരുന്നു ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ ഈ പ്രേമത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു വന്നുണ്ട്. ഇപ്പോഴത്തെ പോരല്ലേ? ഓ, അതുള്ളത് ഇല്ലാത്തൊക്കെ ഒരേപോലെ.
അപ്പോൾ എന്തെങ്കിലും നടക്കുന്നത് വേണം. നടക്കുന്നതല്ല, ഓടുന്നത്. ഓടി ഓടി എവിടം വരെ എത്തും? ഓടി ഓടി ഇഷ്ടപ്പെടുന്ന ആളുടെ മനസ്സിലെത്തും. എന്നിട്ട് അവിടുന്ന് നെറ്റി വഴി മൂക്ക്, ചുണ്ട്, കഴുത്ത്, അങ്ങനെ എത്താൻ പറ്റുന്ന എല്ലായിടത്തും എത്തണം. ഞാൻ പറയുന്നത് നേരെ തിരിച്ചു വേണമെന്ന്. എങ്ങനെ? ഇതിൻ്റെയൊക്കെ അവസാനമല്ലേ ഒരാളുടെ മനസ്സിലേക്ക് എത്തുന്നത്? അത് പൊളിച്ച്. ശരിക്കും നമ്മൾ രണ്ടുപേരും ഒരേ ലൈനിലാണ് ചിന്തിക്കുന്നതല്ലേ? ഏയ്, കുറച്ചു മുമ്പല്ലേ ബെല്ല് നേരെ തിരിച്ചു പറഞ്ഞത്? അതിപ്പോൾ ഓരോ അനുഭവങ്ങളിൽ നിന്നാണല്ലോ നമ്മൾ ഓരോന്ന് മനസ്സിലാക്കുന്നത്. എന്ത്? ഇപ്പം ഞാൻ ഇവളുടെ മനസ്സിൽ കയറി, പക്ഷെ സത്യമായിട്ട് നെറ്റിക്ക് താഴെ ഇവിടെയും എത്താൻ പറ്റിയിട്ടില്ല. ഷോ പാവം. ഇനി ഞാൻ വിളമ്പി തരില്ല. ആവശ്യമുള്ളതെടുത്ത് കഴിക്കണം.